ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് നാളെ 57 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ശേഷിക്കുന്നത്. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി ഉൾപ്പെടെയുള്ള 13 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ സീറ്റുകളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. നടി കങ്കണ റണാവത്ത്, കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, അഭിഷേക് ബാനർജി, ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിസ ഭാരതി തുടങ്ങിയവരും ജനവിധി തേടുന്ന പ്രമുഖരിൽ ഉൾപ്പെടുന്നു. ജൂൺ 4-ന് വോട്ടെണ്ണും. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നു. രാകേഷ്, കഴിഞ്ഞ തവണ യുപിയിൽ ബിജെപിയും ഒപ്പം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെയും തേരോട്ടം കണ്ട മണ്ഡലങ്ങളിലാണ് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നമുക്ക് ഉറപ്പിച്ച് പറയാം, ബിജെപി തൃണമൂൽ കോട്ടകളിൽ വോട്ടെടുപ്പ് എന്നല്ലേ. 7ാം ഘട്ടത്തിൽ ആര് രാകേഷ്? ഭവ്യ, 486 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനോടകം തന്നെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന 57 മണ്ഡലങ്ങൾ നാളെ വിധി എഴുതുകയാണ്. യുപിയിലെ 13 മണ്ഡലങ്ങളുണ്ട്, ഒപ്പം പഞ്ചാബിലെ മുഴുവൻ മണ്ഡലങ്ങളും, അതായത് 13 മണ്ഡലങ്ങൾ തന്നെ പഞ്ചാബിലും വിധി എഴുതുന്നു. പശ്ചിമ ബംഗാളിൽ 9 മണ്ഡലങ്ങൾ, ബീഹാറിൽ 8 മണ്ഡലങ്ങൾ, ഒഡീഷയിൽ 6, ജാർഖണ്ഡിൽ 3, ചണ്ഡീഗഡിൽ 1 സീറ്റ്. അങ്ങനെ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ ബബി സൂചിപ്പിച്ച പോലെ തന്നെ യു പി കഴിഞ്ഞ തവണ ബിജെപിക്കൊപ്പവും ബംഗാൾ തൃണമൂലിനൊപ്പവും നിന്നതാണ്. യു പിയിൽ 9 സീറ്റ് ബിജെപി, 2 സീറ്റ് സഖ്യകക്ഷിയായ അപ്നാദൾ, അങ്ങനെ 11 സീറ്റുകൾ ബിജെപി സഖ്യം നേടിയിരുന്നു. 2 സീറ്റുകൾ വിജയിച്ചത് BSP ആണെന്ന്. SP-ക്കൊപ്പമാണ് BSP മത്സരിക്കുകയും ചെയ്തിരുന്നത്. ബംഗാളിൽ കഴിഞ്ഞ തവണ 42-ൽ ബിജെപി 18 സീറ്റിൽ വിജയിച്ചതാണ്. പക്ഷേ 7ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 9 മണ്ഡലങ്ങളും വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അതായത് തൃണമൂൽ കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. പ്രത്യേകിച്ച് കൊൽക്കത്ത നഗരത്തിലെ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പരമ്പരാഗതമായി തൃണമൂൽ കോൺഗ്രസിന് അവിടെ ശക്തിയുണ്ട്, അവരുടെ ശക്തി കേന്ദ്രമാണ്. എല്ലാ കാലങ്ങളിലും അവർ ആ കരുത്ത് നിലനിർത്തി പോരുന്നു. അവിടേക്ക് ബിജെപിക്ക് കടന്നു കയറാൻ കഴിയുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം ഉൾപ്പെടെയുള്ളവ ബംഗാളിൽ എങ്ങനെ സ്വാധീനിക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ബി ജെ പി അവകാശപ്പെടുന്നത് പോലെ ഒരു 400-നൊക്കെ സീറ്റുകളിലേക്ക് എത്തണമെങ്കിൽ ബംഗാളിൽ വലിയ വിജയം നേടിയേ തീരൂ. ഒഡീഷയാണ് BJP പ്രതീക്ഷ വെക്കുന്ന വലിയ സംസ്ഥാനം. കാരണം ഒഡീഷയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 6 മണ്ഡലങ്ങളാണെങ്കിൽ അവിടെ കഴിഞ്ഞ തവണ 2 സീറ്റിലാണ് BJPക്ക് വിജയിക്കാൻ സാധിച്ചത്. BJP ഇത്തവണ പ്രതീക്ഷിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലും സീറ്റുകൾ കുറയുമ്പോൾ, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഹരിയാനയിൽ ഉൾപ്പെടെ BJP സീറ്റ് കുറയുമെന്ന് കണക്കൂട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒഡീഷയിൽ ഒരു മുന്നേറ്റം, അങ്ങനെ ആ സീറ്റ് അത് പരിഹരിക്കാം, സീറ്റിന്റെ കുറവ് നികത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ BJPക്കുണ്ട്. പക്ഷേ ബിജു ജനതാദൾ അവിടെ 2000 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. ബിജു ജനതാദൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, BJD അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ്. നവീൻ പട്നായിക് വളരെ ജനകീയനാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒഡീഷക്കാർ വിധി എഴുതുക എന്നതും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒപ്പം മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം പഞ്ചാബാണ് വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. പഞ്ചാബിൽ 13 സീറ്റുകളാണുള്ളത്. താരതമ്യേന കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് അവിടെ പ്രധാനപ്പെട്ട മത്സരം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ആദ്യമായി അവിടെ അധികാരം പിടിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഈ 2 പാർട്ടികളെങ്കിലും പഞ്ചാബിൽ അത്തരമൊരു സഖ്യമില്ല. അവിടെ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിക്കായി വോട്ട് ചോദിച്ചെത്തിയിരുന്നു. ഡൽഹിക്ക് പുറമെ കെജ്രിവാൾ ജയിൽ മോചിതനായ ശേഷം, ജാമ്യത്തിലിറങ്ങിയ ശേഷം ഏറ്റവും ശക്തമായി പ്രചാരണം നടത്തിയത് പഞ്ചാബിലായിരുന്നു. 13 സീറ്റിലും ആം ആദ്മി പാർട്ടിയെ സ്ഥാനാർത്ഥികളെ വിജയിക്കണമെന്ന അഭ്യർത്ഥന ഇന്നും കെജ്രിവാൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചാബ് എങ്ങനെ വിധി എഴുതും? കോൺഗ്രസിന് കഴിഞ്ഞ തവണ നേടിയ 8 സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ ഏറെ നിർണായകമായ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ്. പല പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും ഏതായാലും ഈ ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ 3ാം തവണയും ജനവിധി തേടുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 7 ലക്ഷത്തിന് മുകളിലായിരുന്നു. ഇത്തവണ അത് 8 ലക്ഷമെങ്കിലും ആക്കും എന്നൊരു അവകാശവാദം BJP ഉന്നയിക്കുന്നുണ്ട്. 10 ലക്ഷം വോട്ടുകൾ നേടും, ഭൂരിപക്ഷം 8 ലക്ഷമെങ്കിലും ആക്കുമെന്നൊരു അവകാശവാദം BJP ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നാളെയാണ് വോട്ടെടുപ്പ്. 4-ാം തീയതി വോട്ടെണ്ണൽ നടക്കും. രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബംഗാളിൽ 9 സീറ്റുകളും നഗരമേഖലയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തൃണമൂലിന്റെ ഈ ശക്തി കേന്ദ്രങ്ങളിൽ സർവ്വശക്തിയും എടുത്തായിരിക്കുമല്ലേ BJPയുടെയും പോരാട്ടം? ഭവ്യ, അതാണ് സൂചിപ്പിച്ചത്. കാരണം കഴിഞ്ഞ തവണ 18 സീറ്റുകൾ എന്ന് പറയുന്നത്, ബംഗാളിലെ 18 സീറ്റുകൾ എന്ന് പറയുന്നത്
BJPക്ക് സംബന്ധിച്ച് വലിയ മുന്നേറ്റമായിരുന്നു. കാരണം 2 സീറ്റുകളാണ് അതിനു മുമ്പ് ബംഗാളിൽ BJP നേടിയിരുന്നത്. അവിടെ നിന്ന് ഒറ്റയടിക്കാണ് 18 എന്ന നിലയിലേക്ക് ഒരു വലിയ മുന്നേറ്റം BJP നടത്തിയത്. അപ്പോൾ പോലും ഈ നഗരമണ്ഡലങ്ങളിൽ ഒരു മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിച്ചിരുന്നില്ല. നഗരമണ്ഡലങ്ങളൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ തുണയ്ക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ BJP ഇത്തവണ അവകാശപ്പെടുന്നത് 400-ന് മുകളിൽ NDA നേടുമെന്നൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം നടത്താൻ കഴിയാതെ പോയ സംസ്ഥാനങ്ങളിൽ അവർക്ക് ഒരു മുന്നേറ്റം നടത്തിയേ തീരൂ. പശ്ചിമബംഗാളിൽ 42 മണ്ഡലങ്ങളാണുള്ളത്. സ്വാഭാവികമായും 22 വിജയി തൃണമൂൽ കോൺഗ്രസ് ആണ്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് കടന്നു കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ കഴിഞ്ഞ തവണ 303 എന്ന നമ്പറിൽ നിന്നൊരു മുന്നോട്ട് പോകാൻ BJPക്ക് സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല പല സംസ്ഥാനങ്ങളിലും BJPക്ക് കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ ഇത്തവണ നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് കർണാടകയിൽ 28-ൽ 25 വിജയിച്ചതാണ്, ഹരിയാനയിൽ 10-10 വിജയിച്ചതാണ്, ഡൽഹിയിൽ 7-7 വിജയിച്ചതാണ്, മധ്യപ്രദേശിൽ 29-ൽ 28 വിജയിച്ചതാണ്, രാജസ്ഥാനിലെ എല്ലാ സീറ്റുകളും വിജയിച്ചതാണ്. അപ്പോൾ ആ സീറ്റുകളൊക്കെ നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ തവണ മികച്ച പ്രകടനം നടത്തിയ സ്ഥലങ്ങളിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിന് പകരം വെക്കാവുന്ന BJP പ്രതീക്ഷിക്കുന്നത് ഒഡീഷ, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. പക്ഷേ അവിടേക്ക് ആ ഒരു പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു പ്രകടനം നടത്താൻ കഴിയുമോ എന്നത് ആശ്രയിച്ചായിരിക്കും BJP പറയുന്ന 370 അല്ലെങ്കിൽ 400 എന്ന നിലയിലേക്കുള്ള പ്രകടനമൊക്കെ അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുക. പക്ഷേ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിയാതെ പോവുകയും കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റുകളിൽ പരാജയം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ചില ഇന്ത്യ മുന്നണി അവകാശപ്പെടുന്നത് പോലെ BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. തീർച്ചയായും വ്യക്തമാണ്. വിശദ വിവരങ്ങൾ നൽകിയത് രാകേഷാണ്.